ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ അടുത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റായ എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ബ്രാഞ്ചിങ് സ്റ്റേറ്റ്മെൻറ്റ്സിലെ സിമ്പിൾ ഇഫ് വിത്ത് എൽസ്, നെസ്റ്റഡ് ഇഫ് എന്നീ സ്റ്റേറ്റ്മെൻറ്റുകളെക്കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ കാണുന്ന എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് ജനറൽ ഫോമാണ് ഈ തന്നിട്ടുള്ളത്. അതിൽ ഇഫ് കണ്ടീഷൻ 1 ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് 1. അതിൽ ഇഫ് എന്ന ബ്ലോക്കാണ് ആ സ്റ്റേറ്റ്മെൻറ്റ് 1 എഴുതിയിട്ടുള്ളത്. ദെൻ അനദർ ഒരു എൽസിഫ് ഒരു ബ്ലോക്ക് കാണാം, എൽസിഫ് കണ്ടീഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് 2. അങ്ങനെ എക്സെട്ര എൽസിഫ് കണ്ടീഷൻ n സ്റ്റേറ്റ്മെൻറ്റ് n. Then another else, that is default statement. എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ, ഇഫ് കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 വിൽ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ ട്രൂ ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ആ ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ കൺട്രോൾ ട്രാൻസ്ഫർ ടു സ്റ്റേറ്റ്മെൻറ്റ് എക്സ്. Then if condition 1 is false, condition 1 false ആണെങ്കിൽ നെക്സ്റ്റ് എൽസിഫ് കണ്ടീഷൻ 2 ആണ് എക്സിക്യൂട്ട് ചെയ്യുക. കണ്ടീഷൻ 2 എക്സിക്യൂട്ട് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ കണ്ടീഷൻ 2 is true, then statement 2 will execute. Then control transfer to statement x. If condition 2 is false, condition 2 false ആണെങ്കിൽ നെക്സ്റ്റ് എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഈ എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റുകളിൽ കണ്ടീഷൻസ് എല്ലാം ഫാൾസ് ആണെങ്കിൽ ഡിഫോൾട്ടായിട്ട് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താണോ എഴുതിയിട്ടുള്ളത്, എൽസ് ബ്ലോക്കിൽ എന്താണോ എഴുതിയിട്ടുള്ളത് ആ സ്റ്റേറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും വർക്ക് ചെയ്യുക. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് എക്സിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ ഒന്നിലധികം സ്റ്റേറ്റ് കണ്ടീഷനുകൾ ചെക്ക് ചെയ്യുന്നെങ്കിൽ ഉപയോഗിക്കുന്നതാണ് എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ്. ഇങ്ങനെ ഇഫ് എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റുകളുടെ ഒരു ലാഡർ പോലെ നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതാണ് എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റ്. എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റുകളുടെ വർക്കിംഗ്: as soon as a true condition is found, the statement associated with it is executed and the control is transferred to the statement x, that is skipping rest of the ladders. ഇവിടെ എപ്പോഴാണോ ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് ആ കണ്ടീഷൻ ട്രൂ ആവുന്ന കണ്ടീഷൻ്റെ ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രം എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ് എക്സിലേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും. സ്റ്റേറ്റ്മെൻറ്റ് എക്സ് എന്ന് പറയുന്നത് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ഈ എൽസിഫ് ലാഡർ ബ്ലോക്കിന് ശേഷം വരുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വെൻ ഓൾ n കണ്ടീഷൻസ് ബിക്കം ഫാൾസ്, ദെൻ ദ ഫൈനൽ എൽസ് കണ്ടെയ്നിങ് ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ്. എല്ലാ കണ്ടീഷനുകളും ഫോൾസ് ആണെങ്കിൽ ആ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയ ബ്ലോക്ക്, അതായത് എൽസ് ബ്ലോക്ക് ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ മാർക്ക് 90 ആണെന്ന് വിചാരിക്കുക. 90 ആകുമ്പോൾ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 80, സോ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ എ ഗ്രേഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം കൺട്രോൾ ഈ എൽസിഫ് ബ്ലോക്കിന് ശേഷം വരുന്ന എൽസിഫ് ലാഡർ സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ശേഷം വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഈ കാണുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റും ഇനി എക്സിക്യൂട്ട് ചെയ്യില്ല. ഇനി നമ്മുടെ മാർക്ക് നമ്മുടെ മാർക്ക് 75 ആണെന്ന് വിചാരിക്കുക. 75 ആണെങ്കിൽ ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 80 കണ്ടീഷൻ ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത എൽസിഫ് സ്റ്റേറ്റ്മെൻറ്റിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. മാർക്ക് ഗ്രേറ്റർ ദാൻ 70 ആ കണ്ടീഷൻ ട്രൂ ആണ്. സോ ബി ഗ്രേഡ് എന്ന് പ്രിൻ്റ് ചെയ്യും. അതിനുശേഷം മറ്റൊരു എൽസിഫ് ബ്ലോക്കുകളും ചെക്ക് ചെയ്യില്ല. ഇതിന് ശേഷം വരുന്ന സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക.
അങ്ങനെ ഏത് ബ്ലോക്കാണോ ഏത് കണ്ടീഷനാണോ ട്രൂ ആവുന്നത് ആ ഒരു ബ്ലോക്കിലെ സ്റ്റേറ്റ്മെൻറ്റുകൾ മാത്രമായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഒരു കണ്ടീഷനും ട്രൂ ആകുന്നില്ലെങ്കിൽ എൽസ് ബ്ലോക്കിലെ ഫെയിൽ എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എൽസ് ഇഫ് ലാഡറിൻ്റെ വർക്കിംഗ്.